പോറ്റി സാർ അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. എനിക്കൊരു പ്രയാസമില്ല. അച്ഛനും മോളെ വിശ്വാസ. ഇപ്പൊ തന്നെ അച്ഛനു വേണ്ടി മോൾ അനുഭവിക്കുന്ന ത്യാഗങ്ങളും വിഷമങ്ങളും എല്ലാം അച്ഛനറിയാം. പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് ആയാലും ജയിൽ മുറി ആയാലും അച്ഛനിപ്പോ ഒരുപോലെയാ. പിന്നെ അച്ഛന് മോളോടൊരു കാര്യം പറയാനുണ്ട്. ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ലെന്നറിയാം. എന്നാലും അച്ഛൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി പറയുക. അച്ഛൻ ജയിലിലായാലും സാരമില്ല. നന്ദന്റെ കാര്യങ്ങളിൽ എന്ന പോലെ കമ്പനി കാര്യങ്ങളിലും ഇനി മോളുടെ ഒരു ശ്രദ്ധ വേണം. നന്ദൻ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇനി മോള് വേണം ചെയ്യാൻ. അച്ഛൻ പറയുന്ന എന്ത് കാര്യവും ചെയ്യാൻ ഞാൻ തയ്യാറാ. കമ്പനി കാര്യങ്ങളിൽ നന്ദനില്ലാത്തതിന്റെ കുറവുണ്ടാവരുത്. താൻ കാറിലിരിക്കെ, ഞാൻ വക്കീലിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഹലോ, എവിടെ നിന്റെ കൃഷ്ണഭദ്രം വക്കീല്? അയാള് വിചാരിച്ചിട്ടെന്താ ജാമ്യം കിട്ടാതെ പോയത്? നീ കണ്ടില്ലേ? നീ വിളിച്ചിട്ട് അച്ഛൻ നിന്നൊന്ന് നോക്കിയത് പോലും ഇല്ല. അതിന്റെ കാരണം എന്താന്നുള്ളതേ എനിക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ കാരണം നിന്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞ് തന്നെയാ. നെല്ലിശ്ശേരി വീട് തൊലയ്ക്കാൻ വേണ്ടിയാണോടി നിന്റെ ഈ ജന്മം? അച്ഛന് നിന്നോടിപ്പോ വെറുപ്പാ. ഓരോ കുത്തിത്തിരിപ്പുകൾ നടത്തി അച്ഛന്റെ മനസ്സിൽ എന്നോടുള്ള വെറുപ്പ് നിറയ്ക്കാൻ എഴുതിക്ക് ഇപ്പൊ കഴിഞ്ഞു. അച്ഛൻ എന്നോട് അങ്ങനെ പെരുമാറിയതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ ഇതൊക്കെ അച്ഛൻ തിരിച്ചറിയുന്നൊരു ദിവസം വരും. അങ്ങനെ കരുതി ആശ്വസിച്ച് കാത്തിരുന്നോ നീ? ഇപ്പൊ നീ കേട്ടല്ലോ, ഓഫീസിലെ കാര്യങ്ങൾ കൂടി അച്ഛൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. നന്ദേട്ടന്റെ ചുമതലകൾ ആരെങ്കിലും ചെയ്യണ്ടേ? അത് ഞാൻ തന്നെ ചെയ്താൽ മതി എന്നാ അച്ഛന്റെ തീരുമാനം. അച്ഛന്റെ ഇപ്പോഴത്തെ തെറ്റിദ്ധാരണ ഒക്കെ മാറും. അവസാന വിജയം സത്യത്തിന് മാത്രമായിരിക്കും. ഇരുട്ടുകൊണ്ട് എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും ഒരു ദിവസം സത്യങ്ങളെല്ലാം പുറത്തു വരിക തന്നെ ചെയ്യും. യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണെന്ന് അന്ന് ഞാൻ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കും. അന്ന് ഇപ്പൊ എന്നെ അവഗണിച്ചിട്ട് പോയി ഈ അച്ഛൻ തന്നെ നിങ്ങളെ നെല്ലിശ്ശേരിന്ന് പടിയിറക്കി വിടും. അതിനുവേണ്ടി കാത്തിരുന്നു നിങ്ങൾ. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നോട് എതിർത്തവരെല്ലാം അതിന്റെ ഫലം അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോ നന്ദേട്ടൻ കിടക്കുന്ന കാഴ്ചയും നീ കാണുന്നില്ലേ? അച്ഛൻ ജാമ്യത്തിൽ ഇറങ്ങിയൊന്ന് വന്നോട്ടെ. ഇപ്പൊ ഞാൻ പറയുന്ന വാക്കുകൾ നീ കുറിച്ചു വെച്ചോ. ആദ്യം നെല്ലിശ്ശേരിയിൽ നിന്ന് പടിയിറങ്ങി പോകുന്നത് നീ ആയിരിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് സക്സസ് ആയി. അല്പം ആശ്വാസത്തിന് വകയുണ്ട്. കോടതി നമ്മുടെ ബെയിൽ ആപ്ലിക്കേഷൻ സ്വീകരിച്ചിട്ടുണ്ട്. മിക്കവാറും മറ്റന്നാൾ തീരുമാനം പറയും. മരണപ്പെട്ടവരിൽ 2 പേരുടെ ബന്ധുക്കൾ പരാതിയില്ലെന്ന് എഴുതി തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇന്നലെ അഡ്വക്കേറ്റ് മഹേശ്വരം പോറ്റി ഒരു ഫ്രോഡ് കളിയുടെ ആളാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ എനിക്ക് വേണ്ടപ്പെട്ട ചിലരുണ്ട്. ഹൈക്കോടതിയിൽ എന്തെങ്കിലും മൂവ്മെന്റ് നടത്തിയിരുന്നെങ്കിൽ
എനിക്കത് അറിയാൻ സാധിക്കുമായിരുന്നു. അപ്പൊ പിന്നെ ഏട്ടത്തി അച്ഛനോട് അഡ്വക്കേറ്റ് മഹേശ്വരൻ പോറ്റി ജാമ്യം എടുത്തു കൊടുക്കുന്നു ഉറപ്പിച്ചു പറഞ്ഞതോ? അതവരുടെ എന്തെങ്കിലും ഒരു ഗെയിമിന്റെ പാർട്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വലിയ ഗെയിം പ്ലാനുകൾ വെച്ച് സെറ്റിൽമെന്റ് നടത്തുന്ന ആളാണ് അഡ്വക്കേറ്റ് മഹേശ്വരൻ പോറ്റി. എല്ലാം നമ്മൾ വിചാരിച്ച വഴിക്ക് വന്നാൽ സേതുമാധവൻ സാറിന് ഇന്നൊരു രാത്രി കൂടി ലോക്കപ്പിൽ കഴിയേണ്ടി വരും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. നന്ദേണ്ണെ കാണാൻ പോയിട്ട് അവധിയെടുത്ത് എന്തെങ്കിലും പറഞ്ഞോ? താനിപ്പോഴെങ്ങാനും നന്ദേട്ടന്റെ മുറിയിൽ പോയിരുന്നു? രാവിലെ പോയിരുന്നു. അതെന്താ അങ്ങനെ ചോദിച്ചേ? അപ്പോ നന്ദേട്ടൻ കണ്ണടച്ച് കിടക്കുകയായിരുന്നു. ഉറക്കാന്ന് കരുതി ഞാൻ പിന്നെ വിളിച്ചില്ല. നന്ദേട്ടൻ എപ്പോഴെങ്കിലും കട്ടിലിൽ നിന്ന് എഴുന്നേക്കുന്ന താൻ കണ്ടിട്ടുണ്ടോ? എന്തേ പറയുന്നു സച്ചേട്ടാ? ഈ അവസ്ഥയിൽ നന്ദേട്ടൻ എങ്ങനെ എഴുന്നേക്കാനാ? നന്ദേട്ടനൊന്ന് എഴുന്നേറ്റ് കാണാൻ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ മുറിയിൽ ചെല്ലുമ്പോഴൊന്നും തനിക്ക് വേറൊരു കൺഫ്യൂഷനും തോന്നിയിട്ടില്ലേ? എന്ത് കൺഫ്യൂഷൻ? ഞാൻ ആകെ കൺഫ്യൂഷനിലാടോ. എനിക്ക് തോന്നിയതാണോ അതോ ശരിക്കും അത് നടന്നതാണോ? എന്തൊക്കെ സച്ചേട്ടനെ പിച്ചും പെയ്യും പറയുന്നു? സത്യത്തിൽ ഇപ്പൊ എന്താ ഉണ്ടായേ? ഞാൻ ആദ്യം ചെല്ലുമ്പോ നന്ദേട്ടൻ കട്ടിലുണ്ടായിരുന്നില്ല. നന്ദേട്ടൻ കട്ടിലുണ്ടായിരുന്നില്ലെന്നോ? ആ, എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്ന നന്ദേട്ടൻ പിന്നെ എവിടെ പോവാനാ?